കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 1-2 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 45 1-2. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുൻപിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിൻ എന്ന് യോസേഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസേഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോൻ്റെ ഗ്രഹവും അത് കേട്ടു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ പ്രഭാതവും സാധ്യതകളുടെയും നന്മയുടെയും പുതിയ വെളിച്ചവും വസന്തവുമൊക്കെ നമുക്ക് പകരുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ പകൽക്കാലത്തിലേക്ക് ആ വെളിച്ചത്തോടുകൂടി വചനത്തിൻ്റെ ദീപ്തിയോടുകൂടി പ്രവേശിപ്പാൻ നമുക്ക് ശ്രമിക്കാം. ഉൽപ്പത്തി പുസ്തകം 45 1-2 വാക്യങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കാലങ്ങളായി തന്നെ ചതിക്കുകയും വിൽക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത സഹോദരന്മാർ എന്ന ശത്രുക്കൾ തൻ്റെ കാൽച്ചുവട്ടിൽ വന്നു നിൽക്കുമ്പോൾ എങ്ങനെയും അവരോട് പ്രതികാരം ചെയ്യാമായിരുന്ന നല്ലൊരവസരത്തെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുന്ന ചരിത്രത്തിലെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വ്യക്തിയുടെ വാക്കുകൾ ഇവിടെ നമ്മൾ കാണുകയാണ്. യോസേഫിന് ഒരാഗ്രഹമുണ്ടായിരുന്നു. താൻ യോസേഫാണെന്ന് സഹോദരന്മാരോട് പറയുമ്പോൾ ആരും അവിടെ കാണരുത്. കാരണം പഴയ കഥയൊക്കെ എല്ലാവരും ആ സമയത്ത് അറിയും. വീട്ടിൽ വെച്ച് ഉപദ്രവിച്ചതും പൊട്ടക്കിണറ്റിലിട്ടതും ഇസ്മായേലിയർക്ക് വിറ്റതുമൊക്കെ മറ്റുള്ളവർ കേൾക്കേണ്ടതല്ല. മറ്റുള്ളവർ നമ്മോട് ചെയ്ത തെറ്റ് ആരെങ്കിലുമൊക്കെ അറിയണമെന്നുള്ള ആശ പോകുമ്പോൾ നമ്മൾ വാസ്തവമായും ക്ഷമിച്ചു എന്നാണ് അർത്ഥം. എങ്ങനെയെങ്കിലും കുറച്ചു പേരറിയണം, എൻ്റെ ദുഃഖം അവരൊന്നറിയണം, എന്നെ വേദനിപ്പിച്ചത് അവരറിയണം എന്നാണ് നമ്മുടെ മനോഭാവം കൂടുതലും ഉള്ളത്. വേറെ വഴിയൊന്നുമില്ലെങ്കിൽ പ്രാർത്ഥനയിൽ കൂടെ എങ്കിലും ഒന്ന് പറയും. യോസേഫ് ആ രീതിയൊന്നും പ്രയോഗിച്ചില്ല. മറ്റുള്ളവരാരും അറിയണ്ട. യോസേഫിന് തൻ്റെ സഹോദരന്മാരുടെ അന്തസ്സ് കാത്തുപാലിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ നമുക്ക് അങ്ങനെയാണോ എന്നതാണ് ചിന്ത. നമ്മുടെ ശത്രുക്കളെ എത്രയും കരുതേച്ച് കാണിക്കാൻ സാധിക്കുമോ അത്രയും കരുതേക്കുവാൻ നമ്മൾ ശ്രമിക്കും. യേശുവിൻ്റെ സ്വഭാവം ക്ഷമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ മേഖലയിൽ നമ്മൾ തോറ്റ് പോകാറുണ്ട്. യോസേഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. 4 വാക്യമാണ്. യോസേഫ് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ സഹോദരന്മാരുടെ ഭയം നമുക്ക് വേണമെങ്കിൽ ഭാവനയിൽ കാണാവുന്നതാണ്. ശത്രുക്കളെ കണ്ടാൽ അവരെ തണുപ്പിക്കാനാണോ അതോ അവർക്ക് അസുഖകരമായത് കൊടുക്കാനാണോ നമ്മുടെ താല്പര്യം എന്നതും ചിന്തനീയമാണ്. അവൻ ഒന്ന് ഞരങ്ങി കാണാൻ, കരഞ്ഞു കാണാൻ, വിഷമിക്കുന്നതൊക്കെ കാണാൻ ഒരു പക്ഷെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും നമ്മൾക്ക് ഒരു ആഗ്രഹമുണ്ടാവും. അവൻ്റെ ഉള്ളം തകർത്തിട്ടേ വിടത്തുള്ളൂ. എങ്ങനെയാണ് അവനോട് ക്ഷമിക്കാൻ സാധിക്കുക? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഇന്ന് ലോകത്തിൽ കൂടുതലും കണ്ടുവരുന്നത്. ഇവിടെ യോസേഫ് സഹോദരന്മാരെ, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നിങ്ങളെ ആലിംഗനം ചെയ്യട്ടെ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ എന്ന് പറയുമ്പോൾ ക്ഷമയുടെ ഉദാത്ത മാതൃകയാണ്. ഇങ്ങനെയാണ് ക്ഷമിക്കുന്നത്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുമ്പോൾ ചുറ്റുപാടുള്ളവർ നമ്മോട് ചോദിക്കും, നിങ്ങളുടെ മതത്തിൻ്റെ രഹസ്യം എന്താണ്? അങ്ങോട്ടൊന്നും പറയണ്ട, അവരിങ്ങോട്ട് ചോദിക്കും.
യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ പ്രതിഫലിക്കുമ്പോൾ യേശുവിനെ പോലെ ജീവിച്ചാൽ നമ്മുടെ ശുശ്രൂഷയ്ക്കും ജീവിതത്തിനുമൊക്കെ വളരെയധികം സ്വാധീനമുണ്ടാകും. ക്ഷമിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് 5-ാമത്തെ വാക്യം. ആർക്കെങ്കിലും വിരോധമായി നാം എന്തെങ്കിലും ചെയ്താൽ അവർ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും നമ്മോട് തന്നെ ക്ഷമിക്കാൻ അല്പം പ്രയാസമാണ്. അവർ നമ്മളോട് പറയും ക്ഷമിച്ചിരിക്കുന്നു, എന്നാൽ ഞാൻ അത് ചെയ്തല്ലോ എന്നോർത്ത് നമ്മൾ പരിതപിക്കും. നമ്മുടെ ശത്രുക്കളോട് നാം ക്ഷമിച്ചെന്ന് പറഞ്ഞാലും ക്ഷമിച്ചു എന്ന ഉറപ്പ് വരാതെ അവർ അസ്വസ്ഥരാകുമ്പോൾ തങ്ങളോട് തന്നെ ക്ഷമിക്കുവാൻ അവരെ സഹായിക്കേണ്ടത് നമ്മളാണ്. യോസഫ് അത് ചെയ്തു. സഹോദരന്മാർ വിലപിക്കുകയാണ്, യഹൂദ നെഞ്ചത്തടിക്കുകയാണ്. ഉടനെ പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. എത്ര ശ്രേഷ്ഠമായ വാക്കുകളാണ്! ആ ഒരു വാക്കിൻ്റെ മുൻപിൽ രൂപേൻ്റെ ഹൃദയം തണുത്തു. കർത്താവേ, ഞാനത് ചെയ്തു പോയെങ്കിലും നീ അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചുവല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മെ വേദനിപ്പിച്ചവരോട് ഈ മനോഭാവം കാട്ടുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് നമ്മൾ അഭിമാനിക്കുന്നു, ആത്മീകരെന്നും ദൈവിക ശുശ്രൂഷകരെന്നും നമ്മൾ അഭിമാനിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ദീർഘകാലമായി മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെച്ച പകയും വിദ്വേഷവും മറ്റുള്ളവരോട് തീർക്കാൻ ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോസേഫ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇത് ഒരു രൂപാന്തരത്തിൻ്റെ സ്വഭാവമാണ്. രൂപാന്തരപ്പെട്ട എല്ലാവർക്കും ലഭിക്കേണ്ടുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് യോസേഫ് എടുത്ത് കാണിക്കുന്നത്. 26-ാം വാക്യത്തിൽ സഹോദരന്മാർ മടങ്ങിപ്പോകുമ്പോൾ അപ്പനോട് പറയാനുള്ള ഒരു കാര്യം യോസേഫ് പറഞ്ഞു. യോസേഫ് ജീവനോടെ ഇരിക്കുന്നു എന്ന് അപ്പനോട് പറയണം. അവിടെ ചെന്ന് തന്നോട് ചെയ്തതെല്ലാം പറയണമെന്ന് പറഞ്ഞില്ല. ഈ സഹോദരന്മാർക്ക് ഏറ്റവും പ്രയാസം മിസ്രയീമ്യർ അറിയുന്നു എന്നുള്ളതല്ല, അപ്പൻ അറിയുന്നു എന്നതാണ്. യോസേഫ് അപ്പൻ്റെ മുൻപിൽ ഇതൊന്നും വെളിപ്പെടുത്തിയില്ല. തികഞ്ഞ സ്നേഹം പാപത്തിൻ്റെ ബഹുത്വത്തെ മറയ്ക്കും. ആ സ്നേഹം ഉണ്ടോ എന്നുള്ളതിന് ഒരു പരീക്ഷണം മറ്റുള്ളവരുടെ കുറവുകൾ ലോകത്തിൻ്റെ മുൻപിൽ പരസ്യപ്പെടുത്തുകയാണോ, അതോ അവരുടെ ജീവിതത്തെ നമ്മുടെ സ്നേഹം കൊണ്ട് പൊതിയുകയാണോ എന്നതാണ്. യോസേഫ് തൻ്റെ സ്നേഹം കൊണ്ട് ഈ സഹോദരന്മാരോട് ഇടപെടുന്നു, അല്ലെങ്കിൽ ആ സ്നേഹം അവരെ പൊതിഞ്ഞു. അപ്പൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മകൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് പറയണം, അത്രമാത്രം. ഇതാണ് യഥാർത്ഥ സ്നേഹം. ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരുപാട് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഇത് ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ്. ഈ ശൈലിയിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടും എന്നതിന് ഒട്ടും സംശയമില്ല. പലപ്പോഴും നമുക്ക് പാട്ടും സാക്ഷ്യവും പ്രവർത്തനവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവാം. എന്നാൽ നമ്മുടെ ദേശത്തിന് അങ്ങനെയുള്ള പാട്ടുകളേക്കാൾ ആവശ്യം ജോസഫിനെ പോലെയുള്ള നിലപാടുകളാണ്. കർത്താവേ, യോസഫിനെ പോലെ എൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും എനിക്കൊരു ദർശനം തന്നാൽ, വിശ്വസിക്കാൻ നീ എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ അത് പൂർത്തീകരിക്കുവാൻ, ആരും കാണാത്ത മേഖലയിൽ വിശുദ്ധനായി നിൽക്കുവാൻ ആളുകളെ എന്നെ ഏൽപ്പിച്ചാൽ അവരെ ഭരിക്കാതെ ശുശ്രൂഷിപ്പാൻ, ധനം തന്നാൽ ആവശ്യക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ, എൻ്റെ ശത്രുക്കളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ അവരെ തകർക്കാനല്ല സ്നേഹിക്കാൻ, എന്നോട് വിരോധമുള്ളവരെ സ്നേഹം കൊണ്ട് പൊതിയുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു.
യേശുവെ പോലെ ആകുന്തോറും യേശുവിൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ നമ്മൾ നിറവേറ്റിയെടുക്കും. തോൽവിയുടെ മേഖലകൾ തിരുത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ചിന്തകളിലൂടെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ വരുമ്പോൾ ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, കരുതുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കല്ലുപോലുള്ള ഉള്ളങ്ങളെയൊക്കെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. കാലാകാലങ്ങളായി മറ്റുള്ളവരോട് ഞങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന വിദ്വേഷങ്ങളെയൊക്കെ ഇല്ലാതാക്കാനുള്ള കൃപ നൽകണമേ. സഹോദരന്മാരാവട്ടെ, സ്നേഹിതരാവട്ടെ, ആരെങ്കിലും അങ്ങനെയുള്ള ഒരു മനോഭാവത്തോടു കൂടി ഞങ്ങൾ വെച്ചു പുലർത്തുന്നുവെങ്കിൽ ജോസഫിൻ്റെ ഈ ഒരു തീരുമാനവും ഇടപെടലും ഞങ്ങൾക്കും രൂപാന്തരം നൽകുന്നതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ എല്ലാ മേഖലകളിലോടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തി പുതിയ ഉൾക്കാഴ്ചയോടും പ്രതീക്ഷയോടും കൂടെ പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ അവിടുന്ന് സഹായിക്കണമെന്ന് യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.